നമസ്കാരം, ഞാൻ യോഗാചാര്യ ഡോക്ടർ സജീവ് പഞ്ചകേലാസി. യോഗ ചെയ്താൽ ആരോഗ്യമുണ്ടാവും. എന്നാൽ അതോടൊപ്പം നാം കഴിക്കുന്ന ഭക്ഷണവും വളരെ ഗുണമുള്ളതായിരിക്കണം. അപ്പോൾ അതിന് ഉപകരിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളെ കൂടി പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ചെറുമണി ധാന്യങ്ങൾ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ചെറുമണി ധാന്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരു കാലത്ത് നമ്മുടെ പറമ്പുകളിൽ കൃഷി ചെയ്തിരുന്നതാണ് പലതും. ഉദാഹരണമാണ് പഞ്ഞപ്പുല്ല് കൃഷി ധാരാളമായിട്ട് നമ്മുടെ പുരയിടങ്ങളിലുണ്ടായിരുന്നു. അതുപോലെ ചാമയരി, തിന, ചോളം, ഇങ്ങനെ തുടങ്ങി കുതിരവാലി, അങ്ങനെയുള്ള നിരവധി ചെറുധാന്യങ്ങൾ നമ്മുടെ പുരയിടങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ പഞ്ഞപ്പുല്ല് എന്ന് പറഞ്ഞാൽ പഞ്ഞകാലത്ത് കഴിച്ചതായതുകൊണ്ട് പുൽവർഗത്തിൽപ്പെട്ടതായതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഇപ്പോൾ കർണാടകയിൽ അവരുടെ ബേസിക് ഫുഡ് റാഗി മുദ്ദയാണ്. റാഗി എന്ന് പറഞ്ഞാൽ പഞ്ഞപ്പുല്ലാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നിരവധി ചെറുധാന്യങ്ങൾ. എന്താ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ചെറുധാന്യങ്ങളിൽ ധാരാളം കാൽസ്യവും ഫോസ്ഫറസും ഉണ്ട്. തന്നെയല്ല സ്റ്റാർച്ചിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ പ്രമേഹ രോഗികളൊക്കെ ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വിശപ്പൊന്ന് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. എന്നാൽ സ്റ്റാർച്ചിൻ്റെ അളവ് കുറവുമാണ് എന്നുള്ളത് കൊണ്ട് വലിയ കുഴപ്പത്തിലേക്ക് പോവില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറുമണി ധാന്യങ്ങളിലൊന്നായിട്ടുള്ള ചാമയരി കൊണ്ട് ഉള്ള പായസമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ചാമയരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ സാധിക്കും, നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ പായസത്തെ ഇന്ന് പരിചയപ്പെടുത്തുന്നു. ഇത് വളരെ കുറച്ചെടുത്താൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉള്ളതുണ്ടാവും. ഇപ്പോൾ ഒരു 250 ഗ്രാം ചാമ ഉപയോഗിച്ചുള്ള ഒരു പായസം ആണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ചാമയരി പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ചാമയരി, ഇത് ഇപ്പോൾ ഒരു 1/4 കിലോ ചാമയരി എടുത്തിരിക്കുന്നത്. ആളിൻ്റെ അനുസരിച്ച് അത് 1/2 കിലോ എടുത്താൽ ഇത് വെന്താൽ ധാരാളം കാണും. നമ്മൾ കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ 200 ഗ്രാം എടുത്താൽ ഒരു 5 പേർക്കുള്ള കഞ്ഞിക്കുള്ളത് ഉണ്ടാവും. അപ്പോൾ ഇത് ഇതൊരു 250 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ ശർക്കര എടുക്കണം. ഇതിപ്പം നമ്മൾ നല്ല ശർക്കരയാണ്, നമ്മുടെ തിരുവമുണ്ടൂർ ശർക്കര എന്നറിയപ്പെടുന്ന ശർക്കരയാണ്. ഇത്തരം ശർക്കര കിട്ടുന്നില്ലെങ്കിൽ മറ്റേ ഉണ്ട ശർക്കര എടുത്തിട്ട് അതിനെ പാനിയാക്കി മാറണം. ഇതാകുമ്പോൾ പാനിയാക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ അരക്കുകയും അല്ലെങ്കിൽ ഇടുക അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ പാനിയാക്കാൻ പറ്റും. പിന്നെയുള്ളത് തേങ്ങാപ്പാൽ. ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പായസം വെന്ത് കഴിഞ്ഞിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് ഒരു 25 ഗ്രാം മതിയാവും. നമ്മുടെ പായസത്തിൻ്റെ അളവനുസരിച്ച് കൂട്ടാം. പിന്നെ വേണ്ടത് ഉണക്കമുന്തിരിയാണ്. ഇതൊരു 25 ഗ്രാം വേണമെന്നില്ല, ഒരു 10-15 ഗ്രാം ഉണ്ടെങ്കിൽ ഇത് മതിയാവും. പിന്നൊരു 50 ഗ്രാം ഉണക്കത്തേങ്ങ നുറുക്കിയെടുത്തത്. പിന്നെ നെയ്യും ഒരല്പം മതിയാകും, ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 3 ടീസ്പൂണ് വേണമെന്നില്ല, ഒരു 1.5 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാകും. ഈ അളവനുസരിച്ച് ചേർക്കാം. ഞങ്ങളൊക്കെ നെയ്യ് കുറച്ച് ഉപയോഗിക്കുന്നവരാണ്. പിന്നെ സ്വാദിന് വേണ്ടിയിട്ടാണ് നെയ്യ് കൂടി പറയുന്നത്. ഇതിപ്പോൾ വീട്ടിൽ തന്നെ എടുത്തിട്ടുള്ള നെയ്യാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ചാമയരി പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ്. നമുക്കിനിയും പായസം ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഒരു ഓട്ടുരുളിയാണ് ഇന്ന് പായസം വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. പകുതി പാചകത്തിൽ നമ്മൾ അലൂമിനിയം പാത്രങ്ങൾ, അതുപോലെ തന്നെ കുക്ക് ആൻഡ് സെർവ് പാത്രങ്ങൾ, ഇൻഡാലിയം പാത്രങ്ങൾ അതൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഓട്ടുരുളിയിൽ 1 ലിറ്റർ വെള്ളം വെച്ചു. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകിയ ചാമയരി ഇടുകയാണ്. ഇപ്പോൾ ചാമ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ചാമ, തിനയൊക്കെ ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴും നമ്മുടെ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കും പോലെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും. ചാമക്കഞ്ഞി പല ക്ഷേത്രങ്ങളിലും സാർ നടത്താറുണ്ട്. വളരെ പ്രസിദ്ധമാണ് ചാമക്കഞ്ഞി. നമ്മൾ പലരും ഇത് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ സാധനമൊക്കെ ഇനി എവിടെ കിട്ടും എന്നായിരിക്കും നിങ്ങളുടെ സംശയം. നിങ്ങൾ ഒരു കാര്യം അറിയേണ്ടത്, നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് സാധനവും നിങ്ങൾ കടക്കാരോട് ആവശ്യപ്പെടുക. അപ്പോൾ അവരാദ്യം ഇല്ലെന്ന് പറയും. ഒരു 3-4 പേർ ആവശ്യപ്പെട്ടാലോ അവരെവിടെ നിന്നും കൊണ്ടുവയ്ക്കും. എന്ന് പറഞ്ഞാൽ സാധനം വിൽക്കുക എന്നുള്ള അവരുടെ ആവശ്യമായതുകൊണ്ട് അവർ ആ സാധനങ്ങൾ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് വരും. ഇപ്പോൾ ഞാൻ എൻ്റെ സ്ഥലത്ത് കടകളിൽ ഇത് എത്തിച്ചിട്ടുണ്ട്. വിപണിയിലൊക്കെ
ഇത് സാധനം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രമേണ അവിടുന്ന് നമുക്കിത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കട്ട പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. വളരെ പെട്ടെന്ന് ഇത് വെന്ത് വരുന്നതാണ്. ചാമേരി തിളച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ 1-ാം പാല് ചേർക്കാൻ തുടങ്ങിയാണ്. 1-ാം പാല് ചേർത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു പാചക വിദഗ്ധനൊന്നുമല്ല. പൊതുവെ നമ്മുടെ വീടുകളിൽ പുരുഷന്മാർ അടുക്കളയിൽ കയറുന്നത് ഒരു മോശം കാര്യമായിട്ടാണ് കരുതുക. ഇപ്പം എൻ്റെ അമ്മയൊന്നും ഒരിക്കലും എൻ്റെ ചെറുപ്പത്തിൽ അടുക്കളയിൽ കയറാൻ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ പാചകം എനിക്കിഷ്ടമാണ്. അപ്പോൾ എൻ്റെ മക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട്, മക്കളെ അടുക്കളയിൽ കയറി അമ്മയെ സഹായിക്കണം. ഞാൻ ആവുന്ന സഹായമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ കയറുക, പുരുഷന്മാർ കയറുക, അവരെ മോശക്കാരായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്താണ് അമ്മ പെങ്കോന്തെന്ന് വിളിച്ചു കളയായിരുന്നു. അപ്പോൾ സ്ത്രീകളുടെ ആധിപത്യമാണ് പാചകത്തിൽ ഉള്ളത് വീടുകളിൽ. പക്ഷെ വലിയ സദ്യയൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ അങ്ങനെയല്ല. വലിയ സദ്യയൊക്കെ മിക്കവാറും പുരുഷന്മാരാണ് അതിൻ്റെ നേതൃത്വം കൊടുക്കുക. അപ്പോൾ എന്തായാലും ഒരു ജോലിയും മോശമല്ല. വീട്ടിലെ എല്ലാ ജോലിയിലും എല്ലാവരും സഹകരിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പുരുഷാധിപത്യവും സ്ത്രീ ആധിപത്യവും ഒന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് നിൽക്കേണ്ടവരല്ല. ഇതേപോലെയുള്ള കാര്യങ്ങൾ ഒന്നിച്ച് സഹകരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെയൊക്കെ അങ്ങനെ പരിശീലിപ്പിച്ചാൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ആൺകുട്ടികളൊക്കെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്, അവരുടെ ജോലിയും പഠനവും ഒക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ അവരൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നതിന് വേണ്ടുന്ന പരിശീലനം കൂടെ അമ്മമാർ കൊടുത്താൽ തീർച്ചയായിട്ടും നാളെ ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് നേരിടാൻ സാധിക്കും. കാരണം കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ചാമേരി പായസം തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിനിയും ഇതിലേക്ക് ശർക്കര പാനി ചേർക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ ശർക്കര കാണിച്ചു. നല്ല നാടൻ ശർക്കരയാണ്. ശർക്കര നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ നാട് പാട്ടനാടാണ്. വ്യാപകമായിട്ട് ഇവിടെ കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ തിരുവമണ്ടൂർ ശർക്കര എന്ന് പറയപ്പെടുന്ന പേറ്റന്റ് നേടിയ ശർക്കരയാണ്. അപ്പോൾ കരിമ്പ് കൃഷി ചെയ്ത് ആ കരിമ്പിൽ നിന്ന് നീരെടുത്ത് വറ്റിച്ച് ശർക്കരയാക്കി അങ്ങനെ ഉപയോഗിച്ചിരുന്ന ഒരു കാലം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ മറയൂർ ശർക്കര മുതലുള്ള ശർക്കരയും അല്ലെ ശർക്കര ഉണ്ട അതൊക്കെയാണ് കിട്ടുന്നത്. വെല്ലം എന്നൊക്കെ പറയുന്ന സാധനം, അതിനൊക്കെ ചെറിയ ഉപ്പരസമുണ്ട്. പക്ഷേ ഈ ഓരോ നാട്ടിലെയും ശർക്കരയ്ക്ക്, ഇപ്പോൾ പാണ്ടനാട്ടിലെ ശർക്കര വളരെ അറിയപ്പെടുന്ന ശർക്കരയായിരുന്നു. അതുപോലെയാണ് തിരുവമണ്ടൂർ ശർക്കരയും ഇപ്പോൾ അറിയപ്പെടുന്നത്. പാണ്ടനാട്ടിലിപ്പോൾ കരിമ്പ് കൃഷിയില്ല, പക്ഷെ തിരുവമണ്ടൂർ ഇപ്പോഴും വ്യാപകമായിട്ട് കരിമ്പ് കൃഷിയുണ്ട്. നാളെ ഇതൊക്കെ തിരിച്ചു വരും, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ശർക്കര നല്ല പാനി അങ്ങനെ തിളക്കുമ്പോൾ അതിനുള്ളിലേക്ക് കരിക്കിടും. എന്നിട്ട് ആ കരിക്കെടുത്ത് തിന്നുന്നതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളൊക്കെ അനുഭവിച്ചറിയാൻ ഇടയായിട്ടുള്ളവരാണ്. പുതിയ തലമുറയ്ക്ക് ഒന്നും പരിചയമില്ല. അപ്പോൾ നമ്മുടെ ശർക്കര ചേർത്ത് ഇളക്കി പായസം അതിൻ്റെ ഫൈനൽ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാം പാല് കൂടി ചേർക്കുകയാണ്. രണ്ടാം പാല് കൂടി ചേർക്കുകയാണ്. രണ്ടാം പാല് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഓട്ടുപാത്രം ആയതുകൊണ്ട് ഇനി അധിക സമയം വെക്കാൻ പാടില്ല. തീ ഓഫ് ചെയ്യുകയാണ്. തീ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി വൃത്തിയാക്കാം. കാരണം ഇത്തരം പാത്രങ്ങൾ ഗുണമെന്ന് വെച്ചാൽ ചൂട് ദീർഘസമയം നിൽക്കും. അതുകൊണ്ട് കൂടുതൽ കുറുകിപ്പോകും. നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അധികം കൂടിപ്പോകും. എന്നാൽ മറ്റു പാത്രങ്ങളാണെങ്കിൽ അത്രയും ചൂട് നിൽക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനിയും കശുവണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, അതുപോലെ മുന്തിരിങ്ങ, ഇത് നെയ്യിൽ വറുത്തെടുത്തത് കൂടി ചേർക്കുകയാണ്. അങ്ങനെ ചേർത്ത് അതൊന്ന് ഇളക്കി റെഡിയാക്കി കഴിഞ്ഞു. ഇനി അതിലേക്ക് ഏലക്കാപ്പൊടി കൂടി വിതറുകയാണ്. ഏലക്കാപ്പൊടി വിതറി പായസം അതിൻ്റെ പൂർണ്ണമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു നല്ല മണമൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. വറുത്തതിൻ്റെ ചേർത്തതിൻ്റെയും ഏലക്കാപ്പൊടിയുടെയൊക്കെ സുഖകരമായ ഒരു മണമാണ്. ഇനി അത് രുചിക്കുന്ന ഒരു കണ്ടീഷനിലേക്കാണ്. അപ്പോൾ ചാമേരി പായസം റെഡിയാണ്. നമുക്ക് ഒന്ന് രുചിച്ച് നോക്കാം. നല്ല നെയ്യുടെയും ആ വറുത്ത തേങ്ങയുടെയും ഒക്കെ നല്ല സ്വാദുണ്ട്. നല്ല രുചികരമായ പായസമാണ്.
നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതുപോലെ തന്നെ ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനും തുടങ്ങി നിരവധി വിഭവങ്ങളുണ്ട്. ഇനി വരുന്ന വീഡിയോകളിൽ അവ കൂടി പരിചയപ്പെടുത്താം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം സജീവ് കൈലാസ്.